അടുത്തൊരു ജന്മം എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഇത്ര മാത്രം. അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു ലൈഫ് തന്ന് ഒരിക്കലും പരീക്ഷിക്കരുത്. കാരണം ഒരു കൈയില്ലാത്ത ആളായിക്കോട്ടെ, ഒരു കാലില്ലാത്ത ആൾ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഒരു കൈയില്ലാത്ത ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ആളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുള്ള ആൾക്കാരായാലും അവർക്കോട് എല്ലാവരും സഹതാപം ഉണ്ടാവുക. അയ്യോ പാവം കൈയില്ല, അല്ലെങ്കിൽ ഞങ്ങളെപ്പോൾ എന്നെ പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ കളിയാക്കലാണ് ആൾക്കാർക്ക്. ഓ പിന്നെ നിങ്ങളൊക്കെ എന്താ, നിങ്ങൾക്ക് മറ്റേ ആൾക്കാരല്ലേ, ചാന്ത് പൊട്ടല്ലേ, അങ്ങനെ ഒരു കളിയാക്കല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് അടുത്തൊരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ലൈഫ് വേണ്ട. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ചില ആൾക്കാർ പ്രൗഡായിട്ട് പറയുന്നവരുണ്ട്, ഐ എം എ ട്രാൻസ് വുമൺ പ്രൗഡായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ കോൺസെപ്റ്റാണ് പറയുന്നത്. ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഉള്ളിൽ കൂടി, ആ ഒരു വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ കൂടി ഒരുപാട് പലതരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മനസ്സിൽ പല വിധ ചിന്തകൾ കടന്നു പോകും. അതിൻ്റെ ഒടുക്കത്തിൽ അവസാനം ജാസിക്ക് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഉത്തരം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലർക്കും ഇതുപോലെ ചിന്തിക്കുന്നവരുണ്ടാവാം, പക്ഷെ പലപ്പോഴും അവർക്കത് പറയാൻ പറ്റില്ല ജാസി.